നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഈ വാർത്ത കേൾക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കളുടെയും നെഞ്ചു പിടയും. വെറും 16 മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞു ജുവാന്റെ ജീവിതത്തിൽ സംഭവിച്ചതറിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ ഒന്ന് നടുങ്ങും. താലോലിക്കാനും സ്നേഹിക്കാനും വരുന്ന അപരിചിതരുടെ ഒരു ചെറിയ ചുംബനം പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയേക്കാം എന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംഭവം നൽകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജുവാന്റെ അമ്മ മിഷേൽ കുഞ്ഞിന്റെ കണ്ണിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചത്. ആദ്യം ഡോക്ടറെ കാണിച്ചപ്പോൾ സാധാരണ അണുബാധയാണെന്ന് കരുതി ആന്റിബയോട്ടിക് നൽകി വിട്ടയച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ കുഞ്ഞ് കണ്ണിനുള്ളിൽ വിരലിട്ട് തടവാനും മാന്താനും തുടങ്ങി. വേദനയോ മറ്റ് അസ്വസ്ഥതകളോ കുഞ്ഞ് പ്രകടിപ്പിക്കാതിരുന്നത് മാതാപിതാക്കളെ കൂടുതൽ പേടിപ്പിച്ചു. പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത്. കുഞ്ഞിന്റെ കണ്ണിന്റെ കോർണിയയെ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ബാധിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ കണ്ണിൽ 4 മില്ലിമീറ്റർ ആഴത്തിലുള്ള മുറിവാണ് ആ വൈറസ് ഉണ്ടാക്കിയത്. വീട്ടിലുള്ള ആർക്കും ഈ വൈറസ് ബാധയില്ലായിരുന്നതിനാൽ പുറത്തു നിന്നുള്ള ആരോ കുഞ്ഞിനെ സ്നേഹത്തോടെ ചുംബിച്ചപ്പോൾ പടർന്നതാകാമെന്ന് ഡോക്ടർമാർ പറയുന്നത്. ആരെങ്കിലും കുഞ്ഞിന്റെ കൈകളിലോ മുഖത്തോ ചുംബിക്കുമ്പോൾ പകരുന്ന വൈറസ് കുഞ്ഞ് കൈകൊണ്ട് കണ്ണ് തൊടുമ്പോഴാണ് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നത്. മാസങ്ങൾ നീണ്ട ചികിത്സകളും സങ്കീർണമായ ശസ്ത്രക്രിയകളും നടത്തിയിട്ടും ജുവാന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. വലത് കണ്ണിന്റെ കാഴ്ചയെങ്കിലും ഭാഗികമായി തിരിച്ചു പിടിക്കാനുള്ള കഴിഞ്ഞ ശ്രമത്തിലാണ് ഡോക്ടർമാർ ഇപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും താലോലിക്കുമ്പോഴോ ചുംബിക്കുമ്പോഴോ വേണ്ടെന്ന് പറയാൻ നമ്മൾ മടിക്കേണ്ടതില്ല. നമ്മുടെ ഒരു നിമിഷത്തെ മടി അല്ലെങ്കിൽ ജാഗ്രത കുറവ് കുഞ്ഞുങ്ങളുടെ ഭാവി തന്നെ ഇല്ലാതെയാക്കിയേക്കാം. നവജാത ശിശുക്കളെയും കൊച്ചുകുട്ടികളെയും അപരിചിതർ ചുംബിക്കുന്നത് ഒഴിവാക്കാൻ ഓരോ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. ജുവാന്റെ ഈ അവസ്ഥ ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കട്ടെ. ഏവരും ജാഗ്രത പാലിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.